അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തഖ്വയാണ് നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യവും ഹൃദയത്തിൻ്റെ വെളിച്ചവും. രക്ഷിതാവായ അള്ളാഹു തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അതായത് സത്യവിശ്വാസികളെ, സൂക്ഷ്മതയുള്ളവരാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പുള്ളവർക്കെന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട നോമ്പുകാരെ, എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു വിശുദ്ധ റമദാൻ ആശംസിക്കുകയാണ്. നമ്മുടെ നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവുമെല്ലാം പരിപൂർണമായി സ്വീകരിക്കുവാൻ നാം അള്ളാഹുവിനോട് തേടുകയാണ്. ഇന്നു നാം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തെക്കുറിച്ച്, ഏറ്റവും മഹത്തരമായ അധ്യായത്തെക്കുറിച്ച്, സൂറത്തുൽ ബഖറയെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ബഖറയെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞത്, ഇന്ന അഖ്ദഹാ ബറക വതർക്കഹാ ഹസ്ര എന്നാണ്. അതായത് സൂറത്തുൽ ബഖറ പതിവാക്കുന്നത് ഐശ്വര്യമാണ്, ബറക്കത്താണ്. അത് ഉപേക്ഷിക്കുന്നത് നാശമാണ്, ഖേദമാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള അധ്യായം സൂറത്തുൽ ബഖറയാണ്. നമ്മുടെ മനസ്സിലേറെ സ്വാധീനം ചെലുത്തുന്നതും സൂറത്തുൽ ബഖറ തന്നെയാണ്. ഈ അധ്യായം ഈമാനിൻ്റെ നെടുംതൂണുകളെ അടിവരയിടുന്നു. ഇസ്ലാമിൻ്റെ നിർബന്ധ ബാധ്യതകളെ അത് മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, മതപരമായ ചില ചിഹ്നങ്ങളെയും നിയമങ്ങളെയും അത് രൂഢമൂലമാക്കുകയും സാമൂഹിക ബന്ധങ്ങളെ വ്യവസ്ഥാപിതമാക്കുകയും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചു പരാമർശിക്കുകയും ധാർമ്മിക മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്തുൽ ബഖറയിലാണ് ആയത്തുൽ കുർസിയുള്ളത്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ഏറ്റവും മഹത്തരമായ ഖുർആനിക വചനം ആയത്തുൽ കുർസിയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള സൂക്തവും ആയത്തും കടത്തെക്കുറിച്ചും കടം വീട്ടുന്നതിനെക്കുറിച്ചും പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തെ 2 ആയത്തുകൾ, അഥവാ നാം ആമനർ റസൂൽ എന്ന് വിശേഷിപ്പിക്കാറുള്ള ആ 2 ആയത്തുകൾ പ്രവാചകർ പഠിപ്പിച്ചത് അവ പ്രാർത്ഥനകളുടെ നിധിയാണ് എന്നാണ്. വീണ്ടും പ്രവാചകർ പറഞ്ഞു, ലൻ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅ്തീതഹു. ആ 2 അവസാന ആയത്തുകളിലെ ഏതൊരക്ഷരം താങ്കൾ പാരായണം ചെയ്താലും അതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നത് നൽകപ്പെടുമെന്ന്. സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയും പവിത്രതയെയും സൂചിപ്പിച്ചുകൊണ്ടാണ്. ദാലികൽ കിതാബ്, അതാണു ഗ്രന്ഥം എന്നത് സൂചിപ്പിക്കുന്നത് ഖുർആനിൻ്റെ ഔന്നത്യമാണ്, പെരുമയാണ്. ഖുർആനിനെ തന്നെ സൂറത്തുൽ ബഖറ പരിചയപ്പെടുത്തുന്നത് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഒരു സംശയവും ആ ഗ്രന്ഥത്തിലില്ല, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സത്യാസത്യ വിവേചനമാണ് ഈ ഗ്രന്ഥമെന്നാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ വഴിപ്പെടുവാനാണല്ലോ നമ്മെ ക്ഷണിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുവാനാണല്ലോ നമ്മെ ഉണർത്തുന്നത്. സൂറത്തുൽ ബഖറ പറയുന്നു, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, അങ്ങനെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അതേ ഖുർആനാണ് നമ്മോട് ഭൂമിയിലെ വിഭവങ്ങളെ, നമ്മുടെ ശേഷികളെ പ്രകൃതിക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ഉപദ്രവകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കരുത് എന്ന് കൽപ്പിച്ചത്. സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറയുന്നു, ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സൂറത്തുൽ ബഖറ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രഥമമായ ബഹുമാനം അത് അറിവുകൊണ്ടായിരുന്നു എന്നാണ്. അറിവുകൊണ്ടാണ് നാഗരികതകൾ നിർമ്മിക്കപ്പെടുന്നത്, പദവികൾ ഉയർത്തപ്പെടുന്നതും അറിവുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ മലക്കുകൾക്ക് ചില വസ്തുക്കളുടെ പേരുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട്
അള്ളാഹു മലക്കുകളോട് പറയുന്നത് ഉസ്ജുദൂലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്നായിരുന്നു. അത് ആദം നബിയോടുള്ള ബഹുമാനമായിരുന്നു. ആദം നബിയെ അള്ളാഹു പഠിപ്പിച്ച അറിവുകളോടുള്ള ആദരവായിരുന്നു. ഈ മഹത്തായ സൂറത്തുൽ ബഖറ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ തെറ്റു ചെയ്ത ശേഷം ആ തെറ്റിൽ തന്നെ തുടരുക എന്നത് അതിമാരകമായ കുറ്റമാണ് എന്നാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. പക്ഷേ ഉടൻ തന്നെ ആദം നബി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പശ്ചാത്തപിക്കുകയും അള്ളാഹു ആദം നബിയുടെ കാരണം സ്വീകരിക്കുകയും വലിയ പദവികൾ നൽകി ആദരിക്കുകയും ചെയ്തു. എന്നാൽ ഇബ്ലീസ് പാപം ചെയ്തു. അബ വസ്തക്ബർ, നിഷേധിയായി നിൽക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപവും കഠിനമായ ശിക്ഷയും ഇബ്ലീസ് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് സൂറത്തുൽ ബഖറ നമ്മോട് പറയുന്നത്, ഒരാൾ തന്നെ രക്ഷപ്പെടുത്തുന്ന തൗബയുടെയും തന്നെ ആകമാനം നശിപ്പിച്ചു കളയുന്ന അഹങ്കാരത്തിൻ്റെയും ഇടയിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. സൂറത്തുൽ ബഖറ നമ്മോട് വേറെ ഒരു കാര്യം പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്, മതത്തിൽ ബലപ്രയോഗമരുത്, നന്മ തിന്മകളുടെ വഴികൾ വ്യക്തമായും വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുതന്നെ നിർബന്ധിപ്പിക്കൽ കൊണ്ട് ഒരാളും വിശ്വാസിയാവുന്നില്ല. ഉൾക്കാഴ്ചയോടെ ഇഷ്ടപ്രകാരമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടത്. വിശുദ്ധ ഇസ്ലാം വിശാലതയുടെ ലാളിത്യത്തിൻ്റെ മതമാണ്. ആ മതത്തിൽ ബുദ്ധിമുട്ടുകളില്ല, ഞെരുക്കങ്ങളില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കുക. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് ലാളിത്യമാണ്, എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, ഞെരുക്കം അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കീർത്തനകൾ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യുക്തിഭദ്രവുമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളോടും സാധ്യമാവാത്തത്, പരിധിക്കപ്പുറമുള്ളത് അള്ളാഹു കീർത്തിക്കുകയില്ല, കൽപ്പിക്കുകയില്ല. ഇതുതന്നെയാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അടിവരയിട്ട് നമ്മോട് പറഞ്ഞത്, ഇന്നദ്ദീന യുസ്ർ വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ഈ മതം ലളിതമാണ്. മതത്തോട് കാഠിന്യത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും മത്സരത്തിനൊരുങ്ങുന്നുവെങ്കിൽ അവനെ മതം അതിജയിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങളിൽ അനാവശ്യമായ പിടിവാശിയുള്ളവൻ സ്വന്തം മുന്നിലുള്ള വഴികളെ മനഃപൂർവ്വം അടച്ചിടുകയാണ്. അവൻ ലക്ഷ്യത്തിലെത്തുന്നത് വിരളവുമായിരിക്കും. സത്യവിശ്വാസികളെ, സൂറത്തുൽ ബഖറ കുടുംബത്തെ നന്നായി പരിഗണിക്കുകയും അതിനുവേണ്ട ശ്രദ്ധ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ കുടുംബത്തിൽ സ്ഥിരതയും കെട്ടുറപ്പും ഉണ്ടാകുവാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ സൂറത്തുൽ ബഖറ അടിവരയിടുന്നു. കാരണം കുടുംബങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഇണകൾക്കിടയിലെ സ്നേഹബന്ധത്തിലൂടെയാണ്. കുടുംബത്തിന് സന്തോഷമുണ്ടാവുന്നത് ഓരോരുത്തരും പരസ്പരം വിലമതിക്കുമ്പോഴാണ്. ഇണ തൻ്റെ തുണയുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനാവുകയും വികാരങ്ങളെ പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട്. നീതിയാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡം, ഔദാര്യമാണ് അതിൻ്റെ വഴി. ഇത്തരം മാർഗങ്ങളിലൂടെയാണ് വീടുകൾ സുസ്ഥിരമാകുന്നത്, കുടുംബങ്ങൾ ശോഭയോടെ നിലകൊള്ളുന്നത്. ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും സംഭവിച്ചാൽ നീതി അഭിപ്രായാന്തരത്തിനു മുകളിൽ നിൽക്കണം. ഒരാളും നൈമിഷികമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കാലങ്ങളോളം അനുഭവിച്ച നന്മയെ, സുഹൃതത്തെ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അള്ളാഹു ഓർമ്മപ്പെടുത്തി, വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾക്കിടയിലെ ഔദാര്യത്തെ നിങ്ങൾ മറന്നുപോവരുത്. നാം തമ്മിലുള്ള ഇടപാടുകളിലും അവകാശങ്ങളിലും നാം പാലിക്കേണ്ട കാര്യങ്ങളെ സൂറത്തുൽ ബഖറ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫൽയുഅദ്ദില്ലദി തുമിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരാൾ സമ്പൂർണ്ണമായി നിർവഹിക്കട്ടെ, അള്ളാഹു രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ലളിതമായ വാക്കുകൾ, പക്ഷേ ഉന്നതമായ ഉപദേശങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നത്.
നമ്മുടെ കയ്യിലകപ്പെട്ട ഓരോ അവകാശങ്ങളും അന്യൻ്റെ ഓരോ വസ്തുവും അവനു നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന, തിരിച്ചു നൽകേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമാണ്, അമാനത്താണ് എന്നു നാം മനസ്സിലാക്കുക. അവകാശങ്ങൾ അവകാശികൾക്കു തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരലംഭാവവും പാടില്ലെന്ന്, ഒരലസതയും വന്നുപോവരുതെന്ന് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സത്യവിശ്വാസികളെ, സൂറ അൽ ബഖറയിൽ അള്ളാഹു നൽകുന്ന മറ്റൊരു ഉപദേശമുണ്ട്. ഖുർആനിൽ നിന്ന് അവസാനമായി അവതീർണമായ സൂക്തം, ആയത്തും അതുതന്നെയാണ്. അത് പറയുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون എന്നാണ്. അതായത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. പിന്നീട് ഓരോരുത്തർക്കും പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുകയും ആരോടും അക്രമം കാണിക്കപ്പെടുകയുമില്ല. സത്യവിശ്വാസികളെ, ഇതെല്ലാം സൂറത്തുൽ ബഖറ നമുക്ക് നൽകുന്ന പ്രകാശകിരണങ്ങളാണ്. അള്ളാഹുവിലേക്ക് തുറന്നുവെച്ച മനസ്സോടെ നാം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ പറയുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എപ്പോഴും സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയ സമ്പൂർണവും സമഗ്രവുമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, രക്ഷിതാവായ അള്ളാഹുവേ, ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് നീ ഗുണം നൽകണമേ, പരലോകത്തും ഗുണം നൽകണമേ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്നാണ്. അത് സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറയിലെ മറ്റൊരു പ്രാർത്ഥന, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മറവി കാരണമോ അബദ്ധത്താലോ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സാമീപ്യം നേടിയെടുക്കുവാനും അവൻ്റെ കരുണയിൽ പ്രതീക്ഷയർപ്പിക്കുവാനുള്ള വഴികളും തുറന്നു വച്ചിരിക്കുകയാണ്. ധാരാളമായി പ്രാർത്ഥനകൾ നടത്തുവാൻ അവൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, എൻ്റെ അടിമകൾ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തു തന്നെയുണ്ട് എന്നു പറയുക. എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ അഭയം തേടുക. എല്ലാം അവനു മുന്നിൽ സമർപ്പിക്കുക. രാവിലും പകലിലും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തും സലാമും പറഞ്ഞുകൊണ്ടേയിരിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.